ഹലോ ഐസിയ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ സീരീസ് എപ്പിസോഡ് 8-ൽ ഞാനൊരു കിഡു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു മീലായിട്ട് നമുക്ക് എടുക്കാം. ഇത് ജാർഖണ്ഡിലെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് പൊട്ടുകടല, പിന്നെ ഒരു കപ്പ് ഇഡ്ലി റൈസ് അല്ലെങ്കിൽ പച്ചരി ആയാലും കുഴപ്പമില്ല എടുക്കണം. അപ്പോൾ പൊട്ടുകടല റോസ്റ്റ് ചെയ്തതല്ല കേട്ടോ, അല്ലാത്ത റോ ആയിട്ടുള്ള പൊട്ടുകടല. ഇത് നന്നായി കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. 3 മണിക്കൂർ നന്നായി കുതിർന്ന ശേഷം ഇത് നമ്മുടെ മിക്സർ ജാറിലെടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇഡ്ലി മാവിൻ്റെ പരുവത്തിന് അരച്ചെടുക്കണേ, അത്രയ്ക്കുള്ള വെള്ളാംശം മതി ഇതിൽ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇങ്ങനെ ഇരിക്കണം. ഇത് ഒരു 6-7 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വെക്കുക. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ ബാറ്റർ പക്കയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ കശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർന്ന് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നമുക്ക് മുക്കി പൊരിക്കാനുള്ള എണ്ണ ചൂടാക്കണേ. അപ്പം നല്ല ചൂടായ ശേഷം ഒരു തവി എടുത്ത് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നും ചെയ്യണ്ട, അത് തന്നെ കുക്കായി മേലോട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇഡ്ലി മാവിൻ്റെ അത്രയൊന്നും ഫെർമെൻ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിനൊരു 6 മണിക്കൂർ സമയം കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 6 മണിക്കൂർ സമയമൊന്നും കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ബാറ്റർ അരച്ച ഉടനെ തന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ അതിലോട്ട് മിക്സ് ചെയ്ത് ചേർത്ത് ഒരു 10 മിനിറ്റിൽ തയ്യാറാക്കാം, ബാക്കി ചേരുവകൾ ചേർത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി യമ്മി. ഇതിൻ്റെ പേര് ദുസ്ക എന്നാണ് വിളിക്കുന്നത് ജാർഖണ്ഡിൽ. കിഡു ടേസ്റ്റാണ് കേട്ടോ മക്കളെ, എന്തിൻ്റെ കൂടെയും പോവും. ഞാൻ അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. അത്രയ്ക്ക് സോഫ്റ്റാണ്, യമ്മിയാണ്. എത്ര നേരം ഇരുന്നാലും ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്ത് അറിയിക്കണേ. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.